ഭരണ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് വിജയും ഉദയനിധി സ്റ്റാലിനും എത്തിയതോടെ ന്യൂജൻ പോരാട്ടത്തിനാകും തമിഴ്നാടിന് സാക്ഷിയാവുക. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തമിഴക രാഷ്ട്രീയത്തിൽ സജീവമായ ഉദയനിധി സ്റ്റാലിനും 2024 പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി കടന്നുവന്ന വിജയും തമിഴക രാഷ്ട്രീയത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ശക്തിയായി മാറുകയാണ്. പ്രതിപക്ഷ നേതാവായി ഉദയനിധി സ്റ്റാലിൻ എത്തുന്നതോടെ DMK-യിലും തലമുറ മാറ്റം സംഭവിച്ചിരിക്കുന്നു. കൂടാതെ നേതൃപദവി കരുണാനിധി കുടുംബത്തിൽ തന്നെ നിലനിർത്തിയതിലൂടെ പാർട്ടിക്കുള്ളിലെ അധികാരം തന്റെ കൈപ്പിടിയിൽ ഉറപ്പിക്കുകയാണ് സ്റ്റാലിൻ. ഇതിനിടെ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തോൽവിക്ക് പിന്നാലെ DMK പിളർന്നു. SP വേലുമണിയെ പിന്തുണയ്ക്കുന്നവരും എടപ്പാടി K പളനിസ്വാമിയെ പിന്തുണയ്ക്കുന്നവരുമായാണ് DMK രണ്ടായി പിളർന്നത്. DMK പിളർന്നതോടെ തമിഴ്നാട് രാഷ്ട്രീയം ഇനി DMK-യും TVK-യും തമ്മിലുള്ള രാഷ്ട്രീയ പോരിനാകും വേദിയാകുക. ഉദയനിധി സ്റ്റാലിനും വിജയും നിലയുറപ്പിക്കുന്ന പുതിയ തലമുറ പോരാട്ടത്തിനും തമിഴ്നാട് രാഷ്ട്രീയം തയ്യാറെടുക്കുകയാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പതാക പേറുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ ദൃഢതയുള്ള യുവ നേതാവിനെ തെരഞ്ഞെടുപ്പിലെ കൂറ്റൻ വിജയം കൊണ്ട് നേരിടാൻ മുഖ്യമന്ത്രി വിജയ്ക്കാവുമോ? പിതാവിൻ്റെ തണലിൽ രാഷ്ട്രീയത്തിലും അതുവഴി ഉപമുഖ്യമന്ത്രി പദത്തിലും എത്തിയ ഉദയനിധി ഇനി പിതാവ് അംഗമല്ലാത്ത സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവായി തിളങ്ങുമോ? രാഷ്ട്രീയ മര്യാദയോടെ തന്നെ സന്ദർശിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് ആശംസകളെന്ന് MK സ്റ്റാലിൻ. വിജയ്ക്ക് ഉപദേശവും സ്നേഹാശംസകളും നൽകിയെന്നും സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. വിജയെ ഷാൾ അണിയിക്കുന്നതും കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്നതുമായ ചിത്രങ്ങളും സ്റ്റാലിൻ പങ്കുവച്ചു. വിജയ്ക്ക് കാലത്തിൻ നിറം കറുപ്പും ശിവപ്പും എന്ന പുസ്തകം സമ്മാനിച്ച് ഉദയനിധി സ്റ്റാലിൻ. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ചരിത്രം പ്രതിപാദിക്കുന്ന ലേഖന സമാഹാരമാണ് ഈ പുസ്തകം. ഫാറൂഖ് അബ്ദുള്ള, ശരത് പവാർ, പിണറായി വിജയൻ തുടങ്ങിയ നേതാക്കളുടെ വീക്ഷണങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. DMK-യുടെ മുഖപത്രമായ മുരശൊലിയുടെ മാനേജിംഗ് ഡയറക്ടറായി പാർട്ടിയിൽ തുടങ്ങിയ ആളാണ് ഉദയനിധി സ്റ്റാലിൻ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉദയനിധി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവമായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി യൂത്ത് വിംഗ് സെക്രട്ടറി ആയിരുന്നു. സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന പ്രസ്താവനയോടെ തമിഴ്നാട്ടിലെ ഈ യുവ നേതാവ് ദേശീയ ശ്രദ്ധയിലേക്ക് വന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള BJP-യുടെ ദേശീയ നേതാക്കളെല്ലാം ഉദയനിധിക്കെതിരെ തിരിഞ്ഞു. യുവജനക്ഷേമ കായിക വികസന വകുപ്പ് മന്ത്രിയായിരുന്നു. തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയുമായിരുന്നു. 2007 റിലീസായ പോക്കിരി എന്ന സിനിമ മുതൽ വിജയ് തൻ്റെ സിനിമയിലൂടെ സമൂഹത്തോട് നേരിട്ട് സംവദിച്ചു തുടങ്ങിയിട്ടുണ്ട്. തുപ്പാക്കിയും തലൈവായും പോലെയുള്ള സിനിമകളിലൂടെ രാഷ്ട്രീയ നേതാവിനെ പ്ലേസ് ചെയ്യാനുള്ള ശ്രമങ്ങളും നടത്തി. കത്തി, മെർസൽ, സർക്കാർ പോലെയുള്ള സിനിമകളിലും രാഷ്ട്രീയം പറയുക എന്ന ഫോർമുല തുടർന്നു. രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പ് തൂത്തുക്കുടിയിലെ പോലീസ് വെടിവയ്പിൽ മരിച്ച 13 പേരുടെ വീടുകളിലും വിജയ് സന്ദർശിച്ചിരുന്നു. ജല്ലിക്കെട്ട് നിരോധനത്തിനെതിരായ സമരങ്ങളിലും മുഖം മറച്ച് അദ്ദേഹം പങ്കെടുത്തു. 2021 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം സൈക്കിളിൽ വിജയ് പോളിംഗ് ബൂത്തിലേക്ക് പോയതും അന്ന് വലിയ വാർത്തയായിരുന്നു. മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ മുഖ്യമന്ത്രി ജോസഫ് വിജയ് കാണുന്നത് DMK സ്ഥാപകൻ CS അണ്ണാദുരൈയെ ഓർമ്മിപ്പിക്കുന്നതാണെന്ന് MDMK നേതാവ് വൈക്കോ പറഞ്ഞു. മതേതരത്വത്തിന്റെ പാത പിന്തുടരാൻ വിജയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും വൈക്കോ പറഞ്ഞു. எதிர்கட்சி தலைவராக இருக்கக்கூடிய முன்னாள் முதலமைச்சர் சகோதரர் தளபதி ஸ்டாலின் அவர்கள் இல்லத்துக்கு சென்று அவருக்கும் அதை போல பூங்கத்தை கொடுத்து வாழ்த்தை பெற்று வந்திருக்கக்கூடிய இந்த செயல் அறிஞர் அண்ணா அவர்கள் 67 தான் வெற்றி பெற்றவுடன் எதிர்க்கட்சி தலைவர்கள் இல்லங்களுக்கு சென்று வாழ்த்து பெற்றதை நினைவூட்டுகிறது. அவரிடம் மதச்சார்பின்மையையும் ஜனநாயகத்தையும் சமூக நீதியையும் பாதுகாக்கின்ற அரசாக உங்கள் அரசு திகழும் என்பதை உங்கள் பிரச்சார காலத்திலே கூறி வந்தீர்கள். എന്തായാലും തലമുറ മാറ്റമാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ യുവത്വത്തിലേക്ക് ഭരണസാരഥ്യവും വരുന്നു, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനവും വരുന്നു. എങ്ങനെ തോന്നുന്നു തമിഴ്നാട് രാഷ്ട്രീയത്തെ? തമിഴ്നാട് രാഷ്ട്രീയം നല്ല രസകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിയായിട്ട് നമുക്ക് മൊത്തത്തിൽ തോന്നും അല്ലേ. അതായത് രാഷ്ട്രീയ മര്യാദയുടെ മഹത് പ്രകടനങ്ങൾ തമിഴ്നാട്ടിൽ നമ്മൾ കാണുകയാണ്. അതായത് വിജയ് വലിയ എതിർപ്പാണല്ലോ DMK-ക്കെതിരെ. സ്റ്റാലിൻ അങ്കിൾ എന്നൊക്കെ പരിഹാസ രൂപത്തിൽ വിളിച്ചിട്ട് അവസാനം ഇങ്ങനെ ചെന്ന് നേരിട്ട് കാണുകയും മറ്റും ചെയ്യുന്നു. അപ്പോൾ അതൊരു വളരെ മനോഹരമായി. പ്രത്യേകിച്ച് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട് ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ജയലളിതയുടെയും കരുണാനിധിയുടെയും കാലത്ത് കരുണാനിധിയെ 2001 ജൂൺ 30 2001 മെയ് മാസം ജയലളിത അധികാരത്തിൽ വന്നു. പിറ്റേ മാസം ജൂൺ 30 പാതിരാത്രി കരുണാനിധി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറിയിട്ട് പോലീസ് പൊക്കി, അക്ഷരാർത്ഥത്തിൽ പൊക്കി. നിലവിളിക്കുന്ന ശബ്ദം കേൾക്കാം. അത് ഇപ്പോഴും ഞാനിപ്പോൾ നോക്കി യൂട്യൂബിൽ നോക്കുമ്പോൾ ഇപ്പോഴും ആ വിഷ്വലുണ്ട്. അദ്ദേഹത്തെ പൊക്കിയിട്ട്, അതായത് 83 വയസ്സുണ്ട് കരുണാനിധിക്ക്. അപ്പോൾ 83 വയസ്സ്, 83 വയസ്സുള്ള തമിഴ്നാട്ടിലെമ്പാടും രാഷ്ട്രീയാതീതമായിട്ട് ആദരിക്കപ്പെടുന്ന കരുണാനിധിയെ
രാത്രിക്ക് രാത്രി ചെന്നൈ ഗോപാലപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പോലീസ് പൊക്കിയെടുത്തിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്നിട്ട് കരച്ചിൽ ബഹളം. അതിനെ എതിർക്കാൻ വന്ന ചോദിക്കാൻ വന്ന ടി ആർ ബാലുവിനെയും മറ്റുമൊക്കെ ഇതുപോലെ തൂക്കിയെടുത്ത് പോലീസ് ജയലളിതയെ നിയമസഭയിലിട്ട് ചവിട്ടി കൂട്ടിയിട്ടുമുണ്ട്. അതാണ് ജയലളിതക്കെതിരെ പിന്നെ 96-ലാണ് 96-ൽ പിന്നെ അതെ 96-ലാണെന്ന് തോന്നുന്നു ADMK നേതാവായിട്ടുള്ള ജയലളിതക്കെതിരെ തുടർച്ചയായി കേസുകൾ എടുത്തു. 91-ലാണ് അവർ ആദ്യം നിയമസഭയിലേക്ക് വരുന്നത്. സഭയിൽ വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെ സഭയിൽ അവരെ വലിയ സംഘർഷ സാഹചര്യം ഉണ്ടായി. ഒരുപാട് കേസുകൾ നമ്മളിപ്പോൾ ജയലളിതയെ പറ്റി പറയുന്നില്ല. അതായത് ജയലളിതയ്ക്ക് ലക്ഷക്കണക്കിന് ഷൂ ഉണ്ടായിരുന്നു, ചെരുപ്പുണ്ടായിരുന്നു, സ്വർണ്ണവാളുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് അന്ന് തുടങ്ങിയതാ. അന്നത്തെ റെയ്ഡുകളിലാണ് ഈ വിവരങ്ങൾ മുഴുവൻ പുറത്തേക്ക് ഇറക്കി ഇവരെ ആകപ്പാടെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ പരസ്പരം ഫിസിക്കൽ അടിയുടെ ചരിത്രമുള്ള തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടയാൾ അപ്പുറത്തുള്ള നേതാവിനെ വീട്ടിൽ ചെന്ന് കാണുക എന്നുള്ളത് രാഷ്ട്രീയ മര്യാദയുടെ മഹത്തായ പ്രകടനമായിട്ട് തന്നെ നമ്മളതിനെ കാണണം. ഇങ്ങനെ തന്നെ പോകുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല, ഇങ്ങനെ തന്നെ പോകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും അങ്ങനെ രാഷ്ട്രീയ മര്യാദയുടെ മഹത്തായ പ്രകടനം അവിടെ കാണുന്നു എന്ന് പറയുമ്പോൾ ഹർഷ, നമ്മൾ അപ്പോഴും കോൺഗ്രസ്സുകാരോട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം പറയേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പ് വിധിക്ക് ശേഷം നമ്മൾ രാഷ്ട്രീയ മര്യാദ കലർന്ന പല സംഗതികളും കണ്ടു. രാഷ്ട്രീയ മര്യാദ ഇല്ലാത്ത കാര്യം കാണിച്ചത് ഒറ്റ പാർട്ടിയാണ്, കോൺഗ്രസ്സാണ്. എന്തുകൊണ്ടെന്നാൽ അവിടെ DMK മുന്നണിയിൽ മത്സരിച്ച CPM-ഉം CPI-യും അടക്കമുള്ള കക്ഷികൾ സ്റ്റാലിനോട് സമ്മതം വാങ്ങിയതിന് ശേഷം അവിടെ രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടെ മറ്റൊരു ഒരു ഭരണസ്തംഭനാവസ്ഥയിലേക്ക് പോകാതിരിക്കാനുള്ള നിലപാട് വളരെ ഊഷ്മളമായിട്ട് പെട്ടെന്ന് തന്നെ സ്വീകരിച്ചു, പിന്തുണ കൊടുത്തു TVKക്ക്. അപ്പം തന്നെ വിജയ് വീണ്ടും രാഷ്ട്രീയ മര്യാദ കാണിച്ചുകൊണ്ട് ഈ പറയുന്ന കക്ഷികളുടെ ഓഫീസിലേക്ക് ഉടനടി സന്ദർശനം നടത്തി ആ കാര്യവും പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. പക്ഷേ കോൺഗ്രസ് DMK മുന്നണിയിൽ നിന്ന് മത്സരിച്ച 5 MLA-മാരെ ഉണ്ടാക്കിയ കോൺഗ്രസ് ഒരു ഫോൺ വിളി കൊണ്ടും പോലും അദ്ദേഹത്തോടൊരു വാക്ക് പറയാൻ നിൽക്കാതെ ഉടനടി റിസൾട്ട് വന്ന ഉടനെ 11 മണിയാകുമ്പോഴേക്കും അപ്പുറത്തേക്ക് ചാടി. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള മര്യാദയുടെ കുറേയേറെ വിശാലമായ പ്രകടനങ്ങൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കാണുന്നു. അത് ആ വിശാല പ്രകടനങ്ങൾ കൊള്ളാമല്ലോ എന്ന് പൊതുജനങ്ങൾക്കാകെ, ഇന്ത്യയിൽ ആകെയുള്ള ആളുകൾക്ക് ഒരു എന്താണ് സിൽവർ ലൈനിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് അതേക്കാൾ വലുപ്പത്തിൽ രാഷ്ട്രീയ മര്യാദയില്ലായ്മയുടെ പ്രകടന രൂപമായിട്ട് കോൺഗ്രസിൻ്റെ ഈ സംഗതി കാണുകയാണ്. എനിക്ക് രാഹുൽ ഗാന്ധിയോട് വ്യക്തിപരമായിട്ട് വളരെയേറെ ബഹുമാനമുള്ള ഒരാളാണ് ഞാൻ. രാഹുൽ ഗാന്ധിയുടെ ഒരു നേതാവ് എന്ന നിലയ്ക്ക് എനിക്ക് നല്ല ആദരവും സ്നേഹമൊക്കെ ഉള്ള ആളാണ്. പക്ഷേ വിജയിയുടെ വേദിയിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ ആ ഗരിമയ്ക്ക് മുകളിൽ ഒരല്പം ശോഭ ഇല്ലാത്തൊരു സാഹചര്യം വന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അവിടെ വന്നതെന്താ കുഴപ്പമുണ്ടായിട്ടില്ല, കോൺഗ്രസ് അവരെ പിന്തുണക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. വിജയ് അദ്ദേഹത്തെ ക്ഷണിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. വേദിയിരിക്കുന്നതിന് ഒരു പെശകുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു രാഷ്ട്രീയ മര്യാദയില്ലായ്മ കാണിച്ച് ഒരു വിളി അവരുടെ മുന്നണിയുടെ നേതാവായിരുന്ന അപ്പുറത്ത് DMK സ്റ്റാലിനെ വിളിച്ചതിന് ശേഷമായിരുന്നു പോയിരുന്നെങ്കിൽ ആ സംഭവം വരില്ലായിരുന്നു. അപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ മുൻ മുഖ്യമന്ത്രി ചെന്ന് കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കാര്യം ഒന്നുകൂടെ എറിച്ചിങ്ങനെ നിൽക്കുകയാണ് എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. പിന്നെ മറ്റൊരു കാര്യം ഹർഷ, അതായത് തമിഴ്നാട്ടിൽ ഈ പറയുന്ന ഇവർ രണ്ടുപേരും നമ്മുടെ ഉദയനിധി സ്റ്റാലിനും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിട്ട് ഇത്രയും ചെറുപ്പക്കാർ, ഒരാൾക്ക് 51 വയസ്സ് വിജയ്ക്ക്, അദ്ദേഹത്തിന് 48 വയസ്സ് മാത്രമേ ഉള്ളൂ ഉദയനിധി സ്റ്റാലിന്. അപ്പോൾ പുതിയൊരു ജനറേഷനിലേക്ക് അവർ കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ്. ഒരുപാട് പുതിയ ആളുകൾ അവിടെ കാണാം. പഴയ ആളുകൾ ഇവരോടൊപ്പം ചേർന്ന് നിന്ന് കാര്യങ്ങളെ കൊണ്ടുപോകുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു ശുഭകരമായ ചിത്രമാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നത്. പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയമാണ്, വളരെ ഡ്രമാറ്റിക്കായിട്ടാണ് കാര്യങ്ങൾ പോവുക, നമുക്കറിയാം. പിന്നെ ഒരു കാര്യം കൂടെ, അതായത് തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ സകലമാന സവിശേഷതകളോടും കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ടുള്ള സിനിമാ ബന്ധം എന്ന സംഗതി കൂടെ ഒന്നുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നമ്മൾ കാണുന്നു അല്ലേ. ഒരു 10-40 കൊല്ലക്കാലത്തേക്ക് ഒരു 4 പതിറ്റാണ്ടുകളിലേക്ക് ഇനി നയിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ ഇവരായിരിക്കെ തമിഴ്നാടിൻ്റെ സിനിമാ രാഷ്ട്രീയ ബന്ധ പൈതൃകം ഇങ്ങനെ തന്നെ തുടരാനാണ്, ഈ 4 പതിറ്റാണ്ടുകളിലേക്കെങ്കിലും തുടരാനാണ് സാധ്യത എന്ന് നമുക്ക് തോന്നുകയാണ് അല്ലേ. അത് തീർച്ചയായിട്ടും. അതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, ആദ്യഘട്ടത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ വന്നു. ഇപ്പോൾ വിജയ്ക്കൊപ്പം ചേർന്നിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, അവരുടെ രാഷ്ട്രീയം എന്താണ്, ഇതുവരെയുള്ള രാഷ്ട്രീയം എന്താണ്, ചില സംഘപരിവാർ അനുകൂലികളടക്കം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ എന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ടായെങ്കിലും വിജയ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് ഇതൊരു സെക്യുലർ ഗവൺമെൻറ് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. ആ സ്വഭാവത്തിൽ തന്നെയായിരിക്കും ഇത് മുന്നോട്ട് പോവുക എന്നുമാണ്. അപ്പോൾ അവിടെ തമിഴ്നാട് ഇക്കാലം അത്രയും തുടർന്നു വന്ന മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വിജയ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറ്റൊന്ന്, ദ്രാവിഡ രാഷ്ട്രീയം, അതായത് ദ്രാവിഡ പാർട്ടിയല്ല എന്ന് പറയുമ്പോഴും ആ ദ്രാവിഡ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ മൂല്യങ്ങളും അവിടെ നിന്ന് ആ മട്ടിൽ തന്നെ കടമെടുത്തുകൊണ്ടാണ് TVK എന്ന പാർട്ടി രൂപം കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുഖങ്ങളിൽ ഈ ദ്രാവിഡ നേതാക്കളെ മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർക്കണം. അതിൽ ഈ വിശ്വാസത്തിൻ്റെ തലത്തിൽ മാത്രമാണ് എനിക്ക് വിയോജിപ്പ് പെരിയാറുമായി എന്നുള്ളതാണ് വിജയ് സ്വീകരിച്ചിരിക്കുന്ന സമീപനം. അപ്പോൾ
വലിയ മാറ്റം ആ നിലയ്ക്ക് അവരുടെ പ്രത്യയശാസ്ത്രപരമായ വലിയ മാറ്റം വിജയുടെ രാഷ്ട്രീയ പാർട്ടി കൊണ്ടോ വിജയ് എന്ന വ്യക്തിയുടെ നേതൃത്വം കൊണ്ടോ തമിഴ്നാട്ടിൽ ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് തൽക്കാലം എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അതിലേറ്റവും കൗതുകകരമായ ഒരു കാര്യം തമിഴ്നാടിന് പരിചിതമല്ലാത്ത ഒരു മുന്നണി സർക്കാർ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് തമിഴ്നാട്ടിൽ കൂട്ടണി എന്ന് എപ്പോഴും പറയുമെങ്കിലും ഒരു കൂട്ടണി സർക്കാർ എന്നുള്ള രൂപത്തിൽ ഉണ്ടാവാറില്ല. എല്ലായ്പ്പോഴും ഈ പ്രീപോൾ അലയൻസ് ഉണ്ടാവുമെങ്കിലും അതിൽ കുറേ MLA-മാരുണ്ടാവും. MLA-മാർക്ക് MLA-മാരായിട്ട് നിയമസഭയിൽ പോയി ഇരിക്കാമെന്നുള്ളത് ഒഴിച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് സർക്കാരിൽ പങ്കാളിത്തം കൊടുക്കാറേയില്ല. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. വിജയ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ച ആ കൂട്ടണി സർക്കാർ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് പറയാം. അതായത് അത് തെരഞ്ഞെടുപ്പുകൾ പ്രസംഗങ്ങളിലെല്ലാം അദ്ദേഹം ആവർത്തിച്ചിരുന്നതാണ്. അത് ആ മട്ടിൽ തന്നെ ഇപ്പോൾ സംഭവിക്കുന്നു. അവർക്ക് കൂടി സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു സർക്കാർ എന്ന നിലയ്ക്ക്. പിന്നെ ഒരു കൗതുകകരമായ കാര്യം, കോൺഗ്രസും CPIM-ഉം TVK-യും VCK-യും എല്ലാം ഉൾപ്പെടുന്ന ഒരു മുന്നണി എന്ന് പറയുന്നത്, ആ മുന്നണിക്ക് ഈ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ പിന്തുടരുന്ന പ്രത്യയശാസ്ത്രപരമായ അല്ലെങ്കിൽ ആശയപരമായ ഐക്യപ്പെടുന്ന കുറേ വശങ്ങളുണ്ട്. ഇപ്പോൾ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി എന്നുള്ളതിനകത്ത് ഉൾപ്പെട്ട 3 പാർട്ടികളാണ് ഇപ്പുറത്ത് വന്നിട്ട് ഈ പറയുന്ന ഈ മുന്നണിയിൽ ഉൾപ്പെടുന്നത്. അവിടെ DMK-യിൽ നിന്ന് മാറി നിൽക്കും. മുന്നണി എന്ന് പറയാൻ പറ്റില്ല, പുറത്തുനിന്നാണ് CPM-ഉം CPI-യും ഒക്കെ പിന്തുണയ്ക്കുന്നതെങ്കിലും മുസ്ലിം ലീഗ് അടക്കം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന ആളുകളാണ് ഇപ്പുറത്തേക്ക് പോയത്. ഇത് ഇന്ത്യ മുന്നണിക്ക് ദേശീയ തലത്തിൽ തന്നെ പിളർപ്പിന് വഴിവെക്കുമ്പോൾ തന്നെ ഇന്ത്യ മുന്നണിയിലെ ഇത്രയും പാർട്ടികൾ ആ സർക്കാരിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള സ്ഥിതിയുണ്ട്. മറ്റൊന്ന് അവിടെ കൗതുകകരമായ ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയായി അവിടെ ആ സെക്യുലറിസം അത് ഉയർത്തിപ്പിടിക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം ക്ഷേമ പദ്ധതികളെല്ലാം കൂടുതൽ കാര്യക്ഷമതയോടെ നടപ്പാക്കുമെന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത് ഈ ഫ്രീബീസ് ആദ്യം ഏറ്റവും കാര്യക്ഷമമായി ഏറ്റവും സജീവമായി കൊടുത്തു തുടങ്ങിയത് തമിഴ്നാട് സർക്കാരാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ച തന്നെയാണ് ഉണ്ടാവുക. ആദ്യം ഒപ്പിട്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഏതാണ്ട് അതിലേക്ക് തന്നെയാണ് നയിക്കുക ഈ വിജയ് സർക്കാരിനെ എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം. അതോടൊപ്പം അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നത് സുതാര്യതയാണ്. ആ സുതാര്യത എന്നുള്ളതാണ് ഒരുപക്ഷെ തമിഴ്നാടിന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സംഗതി വിജയ് വാഗ്ദാനം ചെയ്യുന്നത്. മറ്റൊന്ന് സുരക്ഷയാണ്. ഇതിന് മൂന്നിനും ഒപ്പിക്കുന്ന കാര്യങ്ങളിലേക്കാണ് വിജയ് പോയത്. പിന്നെ ഒറ്റ കാര്യം കൂടെ പറയാം, ഈ ചെറുപ്പം എന്ന് പറയുന്നത് തമിഴ്നാടിന് അത്ര പുത്തരിയ അല്ല. കാരണം ജയലളിത മുഖ്യമന്ത്രിയാകുമ്പം 43 വയസ്സാണ് ജയലളിത മുഖ്യമന്ത്രിയാകുന്ന സമയത്ത്. 43 വയസ്സാവണം. 40കളിൽ തന്നെ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. ആരാണ് നമ്മുടെ കരുണാനിധി. 50കളിൽ MGR മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ഇത് അണ്ണാദുരൈ മുഖ്യമന്ത്രിയാകുമ്പോഴും ചെറുപ്പം തന്നെയാണ് ആദ്യം മുഖ്യമന്ത്രിയാകുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും ചെറുപ്പക്കാരായി തന്നെ, ഒരുപക്ഷെ രാജഗോപാലാചാരി മാത്രമായിരിക്കും അങ്ങനെ വലിയ പ്രായത്തിൽ ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത്. ആദ്യം മുഖ്യമന്ത്രിയാകുന്നവർ ഇവരെല്ലാം ചെറുപ്പമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഈ സമീപകാലത്ത് കണ്ടിരിക്കുന്നത് MK സ്റ്റാലിനാണ്. 68ാമത്തെ വയസ്സിലാണ് ആദ്യം മുഖ്യമന്ത്രിയാകുന്നത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ആ ചെറുപ്പത്തിലേക്ക് തമിഴ്നാട് തിരിച്ചു വന്നിരിക്കുന്നു. അതിൽ 51 വയസ്സ് ഉള്ള വിജയും 48 വയസ്സുള്ള ഉദയനിധി സ്റ്റാലിനും നേർക്ക് നിൽക്കുന്നു എന്നുള്ളത് രസകരമായ ഒരു കാഴ്ചയാണ്. അത് ആ തലമുറ, കേരളത്തിൽ ഇപ്പോൾ തലമുറ മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ CPM-ൻ്റെ ഇപ്പോൾ പിണറായി വിജയൻ മാറുന്നു, ഇവിടെ ഒരു തലമുറ മാറ്റം വേണ്ടതുണ്ട് എന്നുള്ള ചർച്ചയൊക്കെ ഇവിടെ നടക്കുമ്പോൾ അവിടെ അത് വളരെ എവിഡൻ്റാണ്. പിന്നെ വേറൊരു കാര്യം നമ്മളിപ്പോഴും സംസാരിക്കില്ലേ, 10 വർഷത്തെ ഗ്യാപ്പിൽ ഇപ്പോൾ കാണുന്ന ഓരോ തലമുറയും നമ്മൾ എടുത്തു നോക്കിയാൽ ഇപ്പോൾ 10 വർഷത്തെ ഗ്യാപ്പിൽ ഒരു തലമുറ മാറ്റം സംഭവിക്കുന്നു എന്നുള്ള സ്ഥിതിയുണ്ട്. അപ്പം ഈ ചിന്തയിലും ഈ കാഴ്ചപ്പാടിലുമൊക്കെ വലിയ മാറ്റം ഈ കാലത്തുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സാങ്കേതികമായ ഈ മാറ്റങ്ങളെല്ലാം ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ തലമുറ മാറ്റം എന്നുള്ളത് അനിവാര്യമാണ് എല്ലായിടത്തും. അതവിടെ വളരെ കൃത്യമായി, അത് ഈ ജെൻസിയുടെ ഇടപെടൽ വളരെ കൃത്യമായി അവിടെ ഉണ്ടായിരിക്കുന്നു തമിഴ്നാട്ടിൽ എന്നുള്ളത് കൂടി കാണാം. സിനിമ എന്ന ഉറച്ച പാതയിലൂടെ തന്നെയാണ് വിജയും ഉദയനിധി സ്റ്റാലിനും തമിഴക രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്. MGR-നെയും ജയലളിതയെയും കരുണാനിധിയെയും വിജയകാന്തിനെയും പോലെ എന്ന് പറയാമെങ്കിലും രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് 2 വർഷം കൊണ്ടുള്ള കൂറ്റൻ വിജയം വിജയെ വേറിട്ടതാക്കുന്നു. 2007 മുതൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുക്കുന്നു എന്ന ഇമേജ് വിജയ്ക്ക് സിനിമകളിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുണ്ട്. 2G സ്പെക്ട്രം അഴിമതിയും GST വിഷയവും എല്ലാം വിജയ് സിനിമകളിൽ ചർച്ചയാക്കിയിട്ടുണ്ട്. സിനിമയിലൂടെയാണ് തുടക്കമെങ്കിലും സ്റ്റാലിൻ്റെ തണലിലാണ് ഉദയനിധി സ്റ്റാലിൻ രാഷ്ട്രീയത്തിലെത്തുന്നത്. എങ്കിലും ഉദയനിധിയുടെ ഓരോ രാഷ്ട്രീയ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആശയ അടിത്തറ ബോധ്യപ്പെടുത്തുന്നതാണ്. സവർണാധിപത്യത്തിനും ഹിന്ദുത്വയ്ക്കുമെതിരെ സധൈര്യം നിലപാടെടുത്തതിൻ്റെ പേരിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വരെ ചർച്ചയായ പേരാണ് ഉദയനിധിയുടേത്. കരുണാനിധിയിൽ നിന്ന് സ്റ്റാലിനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട DMK-യുടെ താക്കോൽ ഉദയനിധിയിലേക്ക് എത്തുന്നതോടെ DMK-യുടെ മേൽ എക്കാലത്തും ആരോപിക്കപ്പെടുന്ന കുടുംബവാഴ്ച വീണ്ടും ചർച്ചയാകും.
തൻ്റെ ആദ്യ സിനിമയിലെ നായകൻ മുഖ്യമന്ത്രിയാകുമ്പോൾ ഉദയനിധി സ്റ്റാലിൻ എന്ന പ്രതിപക്ഷ നേതാവിന് എത്രത്തോളം പെർഫോം ചെയ്യാനാകുമെന്ന് കാത്തിരുന്നു കാണാം. ദ്രാവിഡ മണ്ണിലെ തലമുറ മാറ്റം എത്രത്തോളം ഗുണകരമാകുമെന്ന് വരും നാളിൽ നമുക്ക് കണ്ടറിയാം.